രാഷ്ട്രീയത്തിൽ സൈബർ സഖാക്കൾക്ക് മുതൽ CPM-ന്റെ ഉന്നത നേതാക്കൾക്ക് വരെ പേടി സ്വപ്നമായ കോൺഗ്രസിലെ യുവജന നേതാവാണ് ഷാഫി പറമ്പിൽ. പട്ടാമ്പി കോളേജിൽ KSU പ്രവർത്തകനായ കാലം മുതൽക്കേ ഷാഫി CPM-ന്റെ കണ്ണിലെ കരടാണ്. CPM-നെ പോലെ തന്നെ BJP-ക്ക് ഷാഫി ആജന്മ ശത്രുവാണ്. KSU സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴായിരുന്നു ആദ്യമായി നിയമസഭാ പോരാട്ടത്തിന് അദ്ദേഹം ഇറങ്ങുന്നത്. CPM-ന്റെ കോട്ടയിൽ അട്ടിമറി വിജയത്തിലൂടെ MLA സ്ഥാനത്തേക്ക് കടന്നു കയറിയ അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ പിന്നെയും വിജയം ആവർത്തിച്ചു. അങ്ങേയറ്റം നിർണായകമായ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്ന E. ശ്രീധരനെ മലർത്തിയടിച്ചായിരുന്നു ആ വിജയം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി കടന്നു വന്നപ്പോഴും ഉജ്ജ്വല വിജയം നേടുവാൻ ഷാഫിക്ക് സാധിച്ചു. പാലക്കാട് മണ്ഡലത്തിൽ MLA ആയിരുന്ന കാലത്തുള്ളതിനേക്കാൾ കടുത്ത എതിർപ്പ് ഇപ്പോൾ CPM-ന് ഷാഫിയോടുണ്ട്. ആ എതിർപ്പ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് വടകരയിൽ KK ശൈലജയെ പരാജയപ്പെടുത്തിയതോടെയാണ്. വടകരയിൽ ശൈലജ പാട്ടുംപാടി വിജയിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു. CPM-നെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുറുപ്പ് ചീട്ടുകളിൽ ഒന്നായിരുന്നു ശൈലജ. ആ ശൈലജയെ 1.5 ലക്ഷത്തിലേറെ വോട്ടുകൾക്കായിരുന്നു ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തിയത്. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ചു എന്നത് മാത്രമല്ല CPM-ന് ഷാഫിയോട് ശത്രുത തോന്നുന്നതിനുള്ള കാരണം. വടകര പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലുള്ള പല നിയമസഭാ മണ്ഡലങ്ങളിലും CPM-ന്റെ ശക്തി കുറയ്ക്കുവാൻ ഷാഫിക്ക് കഴിയുന്നുണ്ട്. കൂത്തുപറമ്പും പേരാമ്പ്രയും പോലെയുള്ള ഇളകാത്ത ഇടതുപക്ഷ കോട്ടകളിൽ ആയിരങ്ങളെ അണിനിരത്തുവാൻ ഷാഫിക്ക് കഴിയുന്നു. ഇതിൽ അസ്വസ്ഥരായ CPM നേതൃത്വത്തിന് ഷാഫിയെ ഏത് വിധേനയും ഒതുക്കണമെന്ന് ചിന്ത കുറെ നാളുകളായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ വിഷയങ്ങളിൽ ഷാഫിയെ കൂടി CPM പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് പേരാമ്പ്രയിൽ ഷാഫിക്ക് നേരെയുണ്ടായ അതിക്രമവും അത്തരം അജണ്ടകളുടെ ഭാഗമായി തന്നെയാണ്. എന്നാൽ CPM കരുതിയതിനപ്പുറത്തേക്ക് ആ സംഘർഷത്തിന്റെ തോത് മാറി. ഷാഫിക്കെതിരെ നടന്ന ആക്രമണം ഷാഫിക്ക് കൂടുതൽ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. ഇതോടെ ഷാഫിക്കേറ്റ പരിക്ക് വ്യാജമാണെന്ന പരിഹാസവുമായി CPM സൈബർ സംഘങ്ങൾ രംഗത്ത് വരുവാനും തുടങ്ങി. സ്വന്തം പ്രവർത്തകർ തന്നെ മൂക്കിടിച്ചു പൊട്ടിച്ചതാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട വിവാദത്തോടെ മുഖം നഷ്ടപ്പെട്ട ഷാഫി ഇമേജ് തിരിച്ചു പിടിക്കാൻ നടത്തുന്ന ഷോ മാത്രമാണെന്നുമാണ് ആക്ഷേപം. മുഖത്തും വസ്ത്രത്തിലും ഉണ്ടായിരുന്ന ചോര ചുവന്ന മഷിയാണെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം. ഇതിനു മുമ്പും KSU-വിന്റെ സമരമുഖത്തു നിന്നും ചുവന്ന മഷിക്കുപ്പികൾ കിട്ടിയ സംഭവങ്ങളും മറ്റുമെല്ലാം ചേർത്തുകൊണ്ടുള്ള കടുത്ത പരിഹാസമാണ് CPM സൈബർ പോരാളികൾ നടത്തുന്നത്. മൂക്കിന് പരിക്ക് പറ്റുമ്പോൾ നടത്തുന്ന ശസ്ത്രക്രിയ എങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള കരച്ചിലുകളും വേറൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. CPM-ന്റെ സൈബർ സഖാക്കൾ പലരും ശസ്ത്രക്രിയാ വിദഗ്ധരെ പോലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വല്ലാതെ സംസാരിക്കുന്നത്. ഷാഫിക്ക് പരിക്കേറ്റത് പോലീസിന്റെ ലാത്തിചാർജിലാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതോടെ MP-ക്ക് പരിക്കേറ്റത് പോലീസിന്റെ ലാത്തിചാർജിലല്ലെന്ന CPM-ന്റെയും പോലീസിന്റെയും വാദം പൊളിയുകയും ചെയ്തു. എന്നിട്ടും ട്രോളുകൾക്കും പരിഹാസ പോസ്റ്റുകൾക്കും ഒട്ടും കുറവില്ല. ഷാഫിക്ക് പറ്റിയ പരിക്കിന്റെ തോത് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് സൈബർ സഖാക്കൾ ശസ്ത്രക്രിയയുടെ ക്ലാസ് എടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ CPM നടത്തുന്ന സൈബർ ആക്രമണങ്ങൾ ഷാഫിക്ക് തന്നെ കൂടുതൽ ഗുണമാകുന്നുവെന്ന് ഈ മണ്ടന്മാർ മനസ്സിലാക്കുന്നതുമില്ല.